അങ്ങനെ നമ്മുടെ കാസിയും സുനിയും കാടും മലയും വനങ്ങളും കടൽ തീരങ്ങളും നഗരവും ഗ്രാമവും ഒക്കെ കടന്ന് ഒരു മരുഭൂമി എന്നല്ല, ഒരു ബാരൻ ലാൻഡിലേക്ക് വരികയാണ്. ഭയങ്കര റഗ്ഡ് ആയിട്ടുള്ള ഡസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രാഘവന്റെ പങ്ചർ കടയുടെ ആ സ്പേസിലേക്കാണ് അവരുടെ യാത്ര. നമ്മൾ സിനിമയിലത് ബംഗാൾ ടു ആസാം യാത്രക്കിടയിലാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ഒരു ലൊക്കേഷൻ നമ്മൾ ആദ്യം മുതലേ മനസ്സിൽ ഇപ്പം അത് വ്യക്തമായിട്ട് റൈറ്റർ ഹാഷിറും സമീറിന്റെ മനസ്സിലും അങ്ങനൊരു ഒരു രൂപം ഉണ്ടായിരുന്നു, എന്താണ് വേണ്ടതെന്ന്. നമ്മൾ നോക്കിയപ്പോഴത്തേന് അങ്ങോട്ട് ഉള്ള ഇതിൽ അങ്ങനെ ഒരു റഗഡ്നെസ് നോർത്ത് ഈസ്റ്റിലേക്ക് ഒന്നും കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ തിരുനെൽവേലിയാണ് ആക്ച്വലി അതിനുവേണ്ടി ചൂസ് ചെയ്തത്. തിരുനെൽവേലിയിൽ ആണ് പഞ്ചറുകടയുടെ സെറ്റപ്പ് നമ്മൾ ഇടുന്നതും. കുറെ സിനിമകളിൽ ആ സമയത്ത് സിംഗം ആദ്യ ഭാഗത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ രണ്ട് വലിയ മലകൾ പോലെ ബാരനായിട്ട് നിൽക്കുന്ന മലകളൊക്കെ ഉള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അത്. നമുക്ക് പോയി റഖിക്ക് പോയപ്പോൾ തന്നെ നമുക്കെല്ലാം അത് ബോധിച്ചു. ആ പെർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ ഇത് ചെയ്യാനുള്ളൊരു പരിപാടിയൊക്കെ ആയിട്ട്. ഇതെല്ലാം ഈ തിരുനെൽവേലിയിലെ നമ്മൾ ഷൂട്ട് ചെയ്ത ആ പഞ്ചറുകടയുടെ അനുബന്ധിച്ച് ഉള്ള സ്ഥലത്തല്ല ആക്ച്വലി ഈ സണ്ണി ചെയ്ത സുനി എന്ന കഥാപാത്രത്തിനെ ഈ ലോറി ചേസ് ചെയ്യുന്ന സീക്വൻസ് എടുത്തത്. അത് നമ്മൾ ഷൂട്ട് ചെയ്തത് പുരിയിലാണ് ഷൂട്ട് ചെയ്തത്. അതാണ് ഇത് പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റിങ്ങും അതിനകത്തൊരു പ്രോപ്പർ ചാർട്ടിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രോപ്പർ എഡിറ്റിങ്ങും വന്നപ്പോഴാണ് ഒരു പ്രോപ്പർ ഔട്ട്പുട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതൊരു ആസാമിൽ ഇവരെത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊരു റയട്ട് സീൻ ആണ് സിനിമയിലുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ലൊക്കേഷൻ പലയിടത്തും നമ്മൾ നേരത്തെ തന്നെ ഈ പറഞ്ഞ പോലെ ബംഗാൾ ആസാം സ്ഥലങ്ങളിലൊക്കെ ലൊക്കേഷൻ കണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം ഒരു സെൻസിറ്റീവ് മാറ്ററാണ് അവിടെ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി സൗത്തിൽ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്താലാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ തിരുനെൽവേലിയിൽ ഇതിനു വേണ്ടി ലൊക്കേഷൻ കാണുകയും ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്യാനിരുന്നതാണ്. പക്ഷെങ്കിൽ അവിടെ തന്നെയുള്ള പോലീസിലുള്ള ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞത് ഇവിടെ ഇത് ഷൂട്ട് ചെയ്യണ്ട, കാരണം ഇവിടെ ഇപ്പോൾ ആ സമയത്ത് തിരുനെൽവേലിയിൽ അവിടെ ജാതീയത പ്രശ്നമൊക്കെ ആയിട്ട് ഒരു കലാപം കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ അത് ഷൂട്ട് ചെയ്താൽ എന്തെങ്കിലും ഒരു രീതിയിൽ അതൊരു വേറൊരു രീതിയിൽ നെഗറ്റീവായി ആകണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ തന്നെ ഗ്രൗണ്ടിൽ എറണാകുളത്തുള്ള ഉദയ കോളനിയിലാണ് ആക്ച്വലി ആ റൈറ്റ് സീൻ ഷൂട്ട് ചെയ്തത്. അതിന് വേണ്ട ആൾക്കാരെ നമ്മൾ കാസ്റ്റ് ചെയ്തു. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഒരു നോർത്ത് ഈസ്റ്റ് ലുക്കുള്ള അല്ലെങ്കിൽ നോർത്ത് ബംഗാളി ലുക്കുള്ള ആൾക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ, ഡയലോഗ് പറയാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ ഓഡിഷൻ ചെയ്ത് ആണ് അതിൻ്റെ അകത്ത് കാസ്റ്റ് ചെയ്യുന്നത്. അത് ഒരു 2-3 നൈറ്റ് കൊണ്ടാണ് എറണാകുളത്ത് അത് നമ്മൾ ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തത്. ശേഷം ഈ കലാപം കഴിയുമ്പോഴത്തേക്കിനുമാണ് ഈ ദുൽഖറിന്റെ കഥാപാത്രം കാസിക്ക് കുറച്ച് മെന്റലി ഒരു സൈഡിലെ ഫാമിലി, ഒരു സൈഡിൽ കാമുകി എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഒരു റെയിൽവേ സ്റ്റേഷന്റെ വെളിയിലുള്ള ഒരു ഗ്രൗണ്ടിൽ വന്ന് ഇരുന്ന് ബൗളുകളുമായിട്ട് പുള്ളി ഇത് ചെയ്യുന്നത്. ഒരു ഹാലുസിനേഷൻ സീനിലേക്ക് പോകുന്ന ഒരു സിനാരിയോ ആണ് സിനിമയിലുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്ത് ആക്ച്വലി സിലിഗുഡിക്ക് അടുത്ത് തന്നെയുള്ള ഒരു ഈ പറഞ്ഞ പോലെ ആസാമിലേക്ക് പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷന്റെ ലൊക്കേഷനാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇത് ഈ ലൊക്കേഷന് വേണ്ടി നമ്മളെ ലോത്തൻഡ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയാണ് നമ്മുടെ ഇവിടുത്തെ സിലിഗുഡി ആ ഏരിയയിലെ ലൊക്കേഷൻ നമുക്ക് പെർമിഷൻ എടുക്കാനും ഒക്കെ ഏൽപ്പിച്ചത്. പുള്ളി നമ്മുടെ നിന്ന് അത്യാവശ്യം നമുക്കറിയാമായിരുന്നു ഒരു ബഡ്ജറ്റ് ആകുന്ന പരിപാടിയാണ്. കാരണം ബേസിക്കലി റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ ഷൂട്ട് ചെയ്യണം, ട്രെയിൻ പാസ് ചെയ്യുന്ന ഷൂട്ട് ചെയ്യണം. അതിന് മുന്നായി ഈ കഥാപാത്രം വന്ന് ഈ ബൗളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഷൂട്ട് ചെയ്യണം. അങ്ങനെ ആക്ച്വലി നമ്മൾ ഈ ബൗളുകളെയൊക്കെ ബൗൾ എന്ന് പറയുന്നത് ഒരു ബൗളുകളിൽ തന്നെ ഹിന്ദുസും മുസ്ലിംസും ഒക്കെ ഉണ്ട്. അവർ കൂടുതലും അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അവർ പല പല ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യും. ട്രഡീഷണൽ ആയിട്ടുള്ള ബംഗാളി ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യും. കൂടുതൽ ഇവർ താമസിക്കുന്നത് ശാന്തിനികേതനും ചുറ്റുവട്ടത്തും ഒക്കെയാണ്. ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഒരു സൂഫി കൾച്ചർ പോലെയുള്ള ഒരു വേറൊരു ബംഗാളി കൾച്ചറാണ്. അങ്ങനെ ഒരു 10ഓളം ബൗളുകളെ നമ്മൾ
ഇവിടുന്ന് ശാന്തിനികേതനിൽ നിന്ന് ഇവിടെ സിലിഗുഡിയിൽ എത്തിച്ചു. ആ ഗ്രൂപ്പിലിരുന്ന് പാടുന്ന ആ പാട്ടൊക്കെ നമ്മൾ ബൗളുകളുടെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് അതിനെ റെക്സ് റീക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ആ ബൗളുകളുടെ മെയിൻ കക്ഷിയായിട്ട് കഥാപാത്രം ചെയ്തത് ഹരിയേട്ടൻ എന്ന് വിളിക്കുന്ന അമ്മയറിയാൻ്റെ നായകനായിട്ട് അഭിനയിച്ച ഹരിനാരായണൻ എന്ന് പറഞ്ഞ ഒരു മ്യൂസീഷ്യനാണ്. പുള്ളി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം മരണപ്പെട്ടു. അവിടെ അത് നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഒരു ഗ്രൗണ്ടിൽ അത് ഷൂട്ട് ചെയ്തു. അതിനുശേഷം ഹാലൂസിനേഷനിൽ കൂടി ഈ കാസി കാണുന്ന കാസിയെ ഒരു ബാപ്റ്റൈസ് ചെയ്യുന്ന പോലൊരു സീന്, ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രോക്കൊക്കെ ഇട്ടിട്ട് ഒരു നീല നദിയുടെ അവിടുന്ന് വരുന്നത്. അത് ആക്ച്വലി സിലിഗുഡിയിൽ നിന്ന് സിക്കിമിലേക്ക് എത്തുന്ന അതിന് മുമ്പ് ആ ഒരു കലിംപോങ് ഒക്കെ കഴിഞ്ഞുള്ള ഒരു സ്ഥലമാണ്. ടീസ്റ്റ എന്ന് പറഞ്ഞ നദിയുണ്ട്. അത് ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറി നദിയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ അത് ആ പോർഷനൊക്കെ ഷൂട്ട് ചെയ്തത്. അതായത് ഇവന്റെ ഹാലൂസിനേഷനിൽ, കാസിയുടെ ഹാലൂസിനേഷനിൽ നായിക കാണുന്നതും മറ്റുമൊക്കെ ആയിട്ടുള്ളത്. ഇതിനുശേഷം നമ്മുടെ സണ്ണിയുടെ കഥാപാത്രം ദുൽഖറിന്റെ കഥാപാത്രവുമായിട്ട് വേർപിരിയുന്ന ചെറിയ കുറെ പോർഷൻസ് ഒക്കെയാണ്. അതൊരു മൊണ്ടാഷ് പോലെയും ചെറിയ ഡയലോഗ് പരിപാടിയും ഒക്കെ ആയിട്ടാണ് എടുത്തത്. അതും സിലിഗുഡി തന്നെയാണ്. ഭയങ്കര രസകരമായിട്ടുള്ള കുറെ പാലങ്ങളും ഈ പുഴയുടെ സൈഡിലുള്ള ക്യാമ്പിങ്ങും പിന്നെ ഭയങ്കര ലൊക്കേഷൻ പോലും ഭയങ്കര രസകരമായിരുന്നു. നമ്മുടെ അതിൻ്റെ അകത്ത് ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് ഷെഡ്യൂള് നാഗാലാൻഡിൽ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങുന്ന സിലിഗുഡിയിലാണ്. അതുമുതൽ സിനിമ വയനാട് എത്തുന്നത് വരെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനും ഷൈൻ ടോം ചാക്കോയും നമ്മളോടൊപ്പം സുഹൃത്തുക്കളായിട്ട് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സുനിയും കാസിയും തമ്മിൽ പിരിഞ്ഞത്, അതായത് സുനി ഗൗരിയുടെ അരികിലേക്ക് തിരിച്ചു പോവുകയാണ്. കാസി, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു, അപ്പം നീ അവളെ അവിടെ അരികിലേക്ക് എത്തൂ എന്ന് പറയുന്ന ആ സീൻ ഷൂട്ട് ചെയ്തത് ഒരു രസകരമായിട്ടുള്ള ഒരു പാറക്കല്ലുകളൊക്കെ കൊണ്ട് നിറഞ്ഞ ഒരു പുഴ ഒഴുകുന്നതിൻ്റെ സൈഡിലാണ്. അവിടുന്ന് സുനിയായിട്ട് പിരിഞ്ഞ് കാസി നേരെ പോകുന്നത് നാഗാലാൻഡിലേക്കാണ്. ഈ നാഗാലാൻഡിൽ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നത്. ആ ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ഈ അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് ട്രൈബൽസ് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട്സ് ഉണ്ടാവുക, സെലിബ്രിറ്റീസിനെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ബ്യൂറോക്രാറ്റ്സിനെയൊക്കെ കൊണ്ടുപോയി റാൻസം മണി ചോദിക്കുക. ഒരു അരക്ഷിതാവസ്ഥയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു 10 years ബാക്ക്, 10 വർഷം മുമ്പ്. ഏറ്റവും സേഫസ്റ്റ് ടൈം നാഗാലാൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുമ്പോഴാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ ഡിസംബർ 1 മുതൽ 8 വരെ 8 ദിവസമാണ്. അങ്ങനെ ഈ സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അതാണ്. ഇവിടുന്ന് കൊച്ചി, ചെന്നൈ, കൽക്കട്ട പോയത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ്. നമ്മൾ ഇവിടുന്ന് ക്രൂ ആയിട്ട് പോയത്. ക്യാമറ ടീം ഉണ്ടായിരുന്നു. സമീർ, ഗിരീഷ്, ഹാഷിർ, ജോണ്, ഞാന്, ദുൽഖറിന്റെ കൂടെയുള്ള സ്വാമി, ഞങ്ങളെല്ലാവരും കൂടി കൽക്കട്ട പോയി ഇറങ്ങിയിട്ട് വളരെ കുറച്ച് പാസഞ്ചേഴ്സിനെ മാത്രം കൊണ്ടുപോകുന്ന ATR ഫ്ലൈറ്റിലാണ് ദിമാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാഗാലാൻഡിന്റെ പോയി ഇറങ്ങുന്നത്. അവിടുന്ന് വീണ്ടും ഈ ടാറ്റ സുമോ, ക്വാളിസ്, സ്കോർപിയോ അങ്ങനെയുള്ള വെഹിക്കിൾസ് ആണ് അവിടെ ഈ റഫ് റോഡുകളൊക്കെ ആയതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. വീണ്ടും അവിടുന്ന് നമ്മളൊരു 4 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഈ കൊഹിമയിലാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ സമയത്ത് എല്ലാ അണ്ടർഗ്രൗണ്ട് ടീമുകളും ആയുധം താഴെ വെച്ച് ആ ഫെസ്റ്റിവലിന്റെ പാർട്ടാവുകയും ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആവുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. ഈ നാഗാലാൻഡിന്റെ പെർമിഷൻ കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് പെർമിറ്റ് വേണം, ഗവൺമെന്റ് പെർമിറ്റ് വേണം. അതിന് നമ്മുടെ കൂടെ തന്നെ സുഹൃത്തായിട്ടുള്ള ക്രൂവിലും ഒക്കെ ഉണ്ടായിരുന്ന ഇന്ത്യാസ് കദി എന്ന് പറഞ്ഞ കക്ഷി, പുള്ളിയുടെ സുഹൃത്തിന്റെ അച്ഛനായിരുന്നു അന്നത്തെ നാഗാലാൻഡ് ഗവർണറെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു. പുള്ളി ജോർജ് സാർ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ PAയുടെ നമ്പർ തന്നു. അവിടെ പുള്ളി ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുകയും ദുൽഖറും ഞാനും ഒക്കെ പോയിട്ട് സമീറും ഒക്കെ ആയിട്ട് പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളിയുടെ വക പെർമിഷൻ കിട്ടി. ഗവൺമെന്റിൽ നിന്ന് തന്നെ ഒരു സാമുവൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു കക്ഷിയെ, അവിടുത്തെ തന്നെ ഒരു എല്ലാ ട്രൈബൽസുമായിട്ടും നല്ല കോണ്ടാക്ട് ഉള്ള ഒരു ഗവൺമെന്റിലെ പോലീസ് ഒരു ഏജന്റാണ് പുള്ളി. ഫുൾ ടൈം നമ്മുടെ കൂടെ വിജിലന്റ് ആയിട്ട് നമുക്ക് എന്താ പറയുന്നത് ഒരു പാതുകാപ്പ് എന്നുള്ള രീതിയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഹോൺബിൽ ഫെസ്റ്റിവലിന് അവിടെ എത്തുകയും നമ്മളൊരു ഫിലിം ക്രൂ അവിടെ
എത്തി എന്നുള്ളത് അറിയുകയും സൗത്തിൽ നിന്നാണെന്നറിയാം. നമ്മൾ ഓൾറെഡി അവരുടെ കമ്മിറ്റിയുടെ ടീമിനെയൊക്കെ അറിയിച്ചിട്ടൊക്കെയാണ് നമ്മളവിടെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ മേടിച്ചത്. അപ്പോൾ ഒരു അവിടുത്തെ ഒരു ജേർണലിസ്റ്റ് സമീറിനെയും ഹാഷിറിനെയും ഡയറക്ടറെ റൈറ്ററെ ഇൻ്റർവ്യൂ ആണ്ടി വന്നു. ഭയങ്കര രസകരമായിട്ട് കാഷ്വലായിട്ട് കോമഡിയൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു കഥാതന്തു ഹാഷിർ ഇങ്ങനെ പറഞ്ഞു. അതായത് ഒരു നോർത്ത് ഈസ്റ്റ് എന്നുള്ളൊരു പെൺകുട്ടിയെ ഒരു മലയാളി പ്രണയിക്കുന്നതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഈ കുട്ടിയെക്കുറിച്ചൊന്നും അല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ മലയാളത്തിലൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കോമഡി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളിയാക്കൽ കോമഡിയൊക്കെയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും ആഷിർ പോസിറ്റീവായിട്ട് ഇവർ തമ്മിൽ ഒന്നിക്കുന്ന സ്റ്റോറി കൺക്ലൂഡ് ചെയ്തപ്പോഴത്തേനും ഈ ജേർണലിസ്റ്റ് എണ്ണിട്ട് നിന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഒരു നോർത്ത് ഈസ്റ്റ് പെൺകുട്ടിയെ ഒരു മലയാളി വഞ്ചിച്ച് കടന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ കുട്ടി മലയാളിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മാച്ച് ചെയ്ത് ഈ ഹോൺബിൽ ഫെസ്റ്റിവലിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നേരത്തെ തന്നെ നമ്മൾ അതിനുശേഷം സിലിഗുരിക്ക് അടുത്ത് കർഷോങ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കർഷോങ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്മോൾ ടൗൺ ആണ്. അവിടേക്ക് ഈ സിലിഗുഡിയിൽ നിന്ന് ടോയ് ട്രെയിൻ ഉണ്ട്. ആ കൂടി ടോയ് ട്രെയിൻ ഉള്ളത് സിലിഗുഡിയിൽ നിന്നും ഡാർജിലിംഗിലേക്കുമാണ്. ഞങ്ങൾ ആക്ച്വലി സിക്കിമിലേക്ക് പോകുമ്പോഴുള്ള കാലിംപോങ്ങിലാണ് ഈ കുറേ സീക്വൻസ്, അതായത് സുർജയുടെ ഫാമിലിയും ഈ അസിയുടെ ഫാമിലി, ഗ്രാൻഡ് മദർ, അങ്ങനെയൊക്കെയുള്ള അച്ഛൻ്റെ അമ്മയുടെയും സെമിത്തേരി പോകുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ കാലിംപോങ് ഭയങ്കരമായിട്ട് ക്രൗഡഡ് ആയതുകൊണ്ടാണ് കർഷോങ് നമ്മൾ തീരുമാനിക്കുകയും കർഷോങ്ങിൽ നമുക്ക് ഭയങ്കര ഈസി ആൻഡ് യൂസ്ഫുൾ ആയിട്ടത് ലൊക്കേഷൻ ഉപയോഗിക്കാൻ നമുക്ക് പറ്റി. പക്ഷെ ഇതിനേക്കാൾ ഉപരിയായിട്ട് ഈ നായകൻ നായികയുമായിട്ടുള്ള റീയൂണിയൻ സീൻ, ഖാസിയും അവിടെ നിന്ന് അവനെ കാണുന്ന അസീൻ തമ്മിലുള്ള സീക്വൻസ് ആക്ച്വലി ഷൂട്ട് ചെയ്തത് നമ്മുടെ ഇലവിഴ പൂഞ്ചിറയിലാണ്. നമ്മുടെ പടത്തിൻ്റെ 3rd ഷെഡ്യൂളാണ് നമ്മൾ ഇലവിഴ പൂഞ്ചിറയിൽ ഷൂട്ട് ചെയ്യുന്നത്. ഇലവിഴ പൂഞ്ചിറ ആക്ച്വലി അതിൻ്റെ ഒരു ജോഗ്രഫിക്കലി ഒക്കെ കറക്റ്റാണ്. അവിടെ KTDCയിലെ ഒരു ചെറിയ ഒരു സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നമ്മൾ ഈ അടുത്തിറങ്ങിയ ഇലവിഴ പൂഞ്ചിറ എന്ന സിനിമയിൽ കാണിക്കുന്ന ആ പോലീസുകാർ നിൽക്കുന്ന ആ റേഡിയോ, അതൊക്കെ അവിടെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ ബിൽഡിങ്. അതിൻ്റെ അകത്ത് സൗബിൻ്റെ വീടായിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഈ നീലാകാശത്തിന് വേണ്ടി, കോട്ടേഴ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് നീലാകാശത്തിന് വേണ്ടി ദിൽജിത്ത് അതിനെ ഒന്ന് എലോബറേറ്റ് ചെയ്ത് സെറ്റ് ഇട്ട് അവിടെ ഈ പറഞ്ഞ പോലെ മണിപ്പൂരിൽ തന്നെയുള്ള ഒരു പഴയ ഹീറോയിനായിരുന്നു ഈ സുർജയുടെ ഗ്രാൻഡ് മദറായിട്ട് അഭിനയിച്ചത്. നെക്സ്റ്റ് നമുക്ക് ഇവരുടെ ഇന്റീരിയർ കാണിക്കണമല്ലോ. അതായത് നായികയായ അസിയുടെ ഗ്രാൻഡ് മദറും ഇവനെ അകത്തേക്ക് ക്ഷണിക്കുന്നു, ദുൽഖറിന്റെ ക്യാരക്ടറിനെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അകത്തവര് ഫുഡ് കഴിക്കുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ഗ്രാൻഡ് മദർ ചോദിക്കുന്നുണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഏകദേശം നമുക്കൊരു നോർത്ത് ഈസ്റ്റ് ഒരു ചിപ്പച്ചൻ ആംബിയൻസ് ഉള്ള ഒരു സ്പേസ് വേണമായിരുന്നു. നമുക്ക് കൊഹിമയിൽ ഈ ഇന്റീരിയർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ടൈം 8-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 8-ാം തീയതിയോടുകൂടി നമുക്ക് കുറേ അധികം ഷൂട്ട് ചെയ്യാനുള്ളത് തീർത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ ഒരു ആലോചന എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റീരിയർ സീക്വൻസ് നമുക്ക് ഊട്ടിയോ കൊടൈക്കനാലോ അങ്ങനെയുള്ള ഒരു തണുപ്പുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഇതിന് പറ്റിയൊരു ലൊക്കേഷൻ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും ഇലവിഴ പൂഞ്ചിറ നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ട് വാഗമണിലൊക്കെ ഒന്ന് കുറേ ലൊക്കേഷനുകളിൽ കറങ്ങി നടന്ന് തപ്പി. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും പോയി ഈ പറഞ്ഞ പോലെ ഈ 2 പേരെയും പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തിട്ട് ഈ 3 പേരെയും വെച്ചിട്ട് ചെയ്യാമെന്നൊക്കെ നിന്നപ്പോഴത്തേനുമാണ് എനിക്കൊരു സുഹൃത്ത് പറഞ്ഞിട്ട്, ആശാസദൻ എന്ന് പറഞ്ഞിട്ട് ലാറി ബേക്കർ പണിത ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട് വാഗമണ്, ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോവുകയും ചെന്ന് നോക്കിയപ്പം ആ കൺസ്ട്രക്ഷൻ പെർഫെക്റ്റ്, ഇന്റീരിയറിലുള്ള ആ തീയിട്ട സ്ഥലം പെർഫെക്റ്റ്. അതിന്റെ മൊത്തത്തിൽ ആ ലാറി ബേക്കറിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് വേറൊരു രീതിയിലുള്ള ഒരു യൂണിക്നെസ് ഉണ്ടായിരുന്നു ആ ഇതിന്, ആശാസദന്. അങ്ങനെ ആ ലൊക്കേഷനും ലോക്കായി. അങ്ങനെ ഈ 3 ലൊക്കേഷനിൽ കൂടിയാണ് ഈ ക്ലൈമാക്സിൽ ഇവർ 2 പേരും ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ടെയിലൻഡ് പറയുമ്പോഴത്തേക്കിനും ടെയിലൻഡ് ആക്ച്വലി തവാങ്ങിലേക്ക് പോകാമെന്ന് പറയുന്ന സീക്വൻസ് കർഷോങ്ങിലേക്ക് നമ്മൾ പോകുന്ന ഒരു ഹെയർപിൻ വളവുകളുണ്ട്. അവിടെയാണ് ഈ ദുൽഖറിന്റെ കഥാപാത്രമായ ഖാസി സുർജയുടെ കഥാപാത്രമായ അസീലേക്ക് പറയുന്നത് നമുക്ക് തവാങ്ങിലേക്ക് പോകാമെന്ന്. അവിടെ ആക്ച്വലി ഈ കർഷോങ്ങിലെ ക്ലൈമറ്റും തണുപ്പും
ഒക്കെ ആയിട്ട് ട്രാഫിക്കൊക്കെ ബ്ലോക്ക് ചെയ്യണം, നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു നമ്മൾ അത് ഷൂട്ട് ചെയ്തത്. ഇങ്ങനെ ഇതുപോലെ തന്നെ വാക്കി ടോക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇന്ററാക്ഷനിലും ഒക്കെ അതും വളരെ രസകരമായിട്ട് ഷൂട്ട് ചെയ്ത് തീർത്തു. നമ്മുടെ 2 ബുള്ളറ്റുകളുടെ ട്രാവല് ഇതിനകത്ത് ഭയങ്കര അഡ്വഞ്ചറസ് ഒക്കെ ആയിരുന്നു. ഇത് നമ്മൾ ആദ്യത്തെ ഷെഡ്യൂളിന് ഈ നാഗാലാൻഡിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കൂടെയുള്ള അബ്ദുവും സുനിലും കൂടി നമ്മൾ ഇവിടുന്ന് നേരെ ന്യൂ ജയ്പൽഗുരി എന്ന് പറഞ്ഞിട്ട് സിലിഗുഡിയിലെ റെയിൽവേ സ്റ്റേഷനുണ്ട്, അവിടേക്ക് നമ്മൾ ബൈക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. ഇവര് അതേ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്ത് അവിടുന്ന് റൈഡ് ചെയ്ത് ആസാമും മേഘാലയയും കടന്ന് നാഗാലാൻഡിൽ എത്തിയിട്ടാണ് ഈ ബൈക്ക് നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇതേ ബൈക്ക് തിരിച്ച് ട്രാവൽ ചെയ്ത് വന്ന് സിലിഗുഡിയിലുള്ള ഒരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ 3 മാസത്തേക്കിന് വാടകയ്ക്ക് നമ്മളവിടെ വെക്കുകയും ശേഷം പിന്നെ ത്രൂ ഔട്ട് ഈ ബൈക്ക് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യായിരുന്നു. 2 ബൈക്കുകളും സിലിഗുഡിയുടെ ഫുൾ സീക്വൻസിൽ ട്രാവൽ ചെയ്തു. ഇടയ്ക്ക് ഞങ്ങളൊക്കെ അത് മാറി മാറി ഓടിക്കും. ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വെറുതെ ഒരു നമ്മളെ ഒരു റൈഡിങ്ങിൻ്റെ ഒരു ഇഷ്ടം കാരണം ഈ 2 ബൈക്ക് ഓടിച്ച് ഇടയ്ക്ക് ഞാനോ ആശുരോ അബ്ദുവോ സുനിലോ ഒക്കെ ആയിട്ട് രസകരമായിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യും. ഇവിടുന്ന് സിലിഗുഡിയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് വീണ്ടും ട്രെയിനിൽ ട്രാൻസ്പോർട്ട് ചെയ്തു. അവിടുന്ന് ഒരു നമ്മുടെ ക്രൂവിന് മൊത്തം ഒരു വലിയൊരു വോൾവോ ബസ്, ഡിക്കിയിൽ ബൈക്ക് കയറ്റാവുന്ന വോൾവോ ബസ്സിൽ ഒറീസയിലേക്ക് പുരിയിലേക്ക് യാത്ര ചെയ്തു. അവിടുന്ന് ഒരു വോൾവോ ബസ് ഡിക്കി ഉള്ളത് കിട്ടിയില്ല. ആ വോൾവോ ബസ് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു വലിയ ഓപ്പൺ ഇത് 407 എന്ന് പറയുന്ന ഒരു വണ്ടിയുണ്ട്, അതിൻ്റെ ബാക്കിൽ ഈ ബൈക്ക് വെച്ച് അറക്കുവാലി കൊണ്ടുവന്നു. അറക്കുവാലിയിൽ നിന്ന് വീണ്ടും വോൾവോയിൽ ബാംഗ്ലൂർ എത്തിക്കുന്നു, പിന്നെ വയനാട് എത്തിക്കുന്നു. അപ്പം നമ്മളോടൊപ്പം തന്നെ ഈ ബൈക്കും ഈ സിനിമ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. 80 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തത് കൂടാണ്ട് ഏകദേശം മൊത്തം സിനിമ നമ്മൾ പ്ലാനിങ് മുതൽ മൊത്തം സിനിമ ഒരു 1 ഇയർ പ്രോഗ്രാം ആയിരുന്നു. ഇറക്കിയും ഷൂട്ടും പോസ്റ്റ് പ്രൊഡക്ഷനും റിലീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു 1 ഇയർ കുറച്ചും കൂടി മാസങ്ങളും കൂടി എടുത്താണ് തീർന്നത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇതിപ്പോൾ 10 വർഷം നീലാകാശത്തിന്റെ 10ാമത്തെ ആനിവേഴ്സറിയാണ് റിലീസ് കഴിഞ്ഞിട്ട് 2023 എന്ന് പറയുന്നത്. 2013 പടം റിലീസ് ചെയ്തത്. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം ആ പടത്തിനോടും ആ പടത്തിൽ കൂടെ ഉണ്ടായിരുന്നവർക്കും എല്ലാം ഒരു ട്രിബ്യൂട്ടാണ്. താങ്ക്സ് ടു സഫാരി ഓൾസോ.